കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാനൊന്ന് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 300 ml പാല്, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിക്കണം, കാരണം അതിൽ തരികളുണ്ട്. ആ തരികൾ അതിൽ വീഴാതിരിക്കാൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ പൊടി ആയതുകൊണ്ടാണ് ഇത്തിരി തരിയുള്ളത്. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഐസ്ക്രീമിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ ഒരു 5 കാഷ്നട്ടാണ്. അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. തരിയെ മാറ്റി വയ്ക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. പാലിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. പാല് തിളച്ച് വരുമ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഒരു 5 ഗ്രാം വീതമുള്ള 3 ഡയറി ഡേയുടെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. പാലിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര ചേർന്നതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഞാൻ കുറച്ച് തണുത്ത പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഒഴിച്ചാൽ മാത്രമേ ഉള്ളൂ നൈസായിട്ട് വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് നമുക്ക് നേരിട്ടിടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ കട്ടയായിട്ട് വരും. ഇപ്പം പഞ്ചസാര ഒന്ന് ശരിയാവട്ടെ, അലിയട്ടെ. നമ്മുടെ പഞ്ചസാര പാലുമായി ചേർന്ന് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നൈസ് അരിപ്പൊടി പാലിൽ കലക്കി വെച്ചില്ലേ, 2 ടേബിൾ സ്പൂൺ, അത് ഇളക്കിക്കൊണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിക്കുന്നതോടൊപ്പം നമ്മൾ അടുപ്പത്തും ഇളക്കി കൊടുക്കണം. ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കട്ട കെട്ടാതെ ഇതിനെ നമുക്ക് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വരട്ടെ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിക്കാം. അതിന് മുമ്പ് നമുക്ക് പാൽപ്പൊടി 5 ഗ്രാമിൻ്റെ പാക്കറ്റ് എടുത്തു വച്ചിരുന്നു, അതൊഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ചെറിയൊരു കളർ ചേഞ്ചിന് ഞാൻ ബീറ്റ്റൂട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പീസ് ഇതിലേക്ക് ഇടുകയോ 2 ഡ്രോപ്പ് ഒഴിച്ചാൽ കളർ ചേഞ്ച് ആയിട്ടൊന്ന് വരും. ഞാൻ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം, അതായത് താല്പര്യമുള്ളവർ മാത്രം എസൻസ് ഒഴിച്ചാൽ മതി. ഒരു ചെറിയ ഫ്ലേവർ, അത്രയേ ഉള്ളൂ. ഞാൻ ബീറ്റ്റൂട്ട് മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. ഇതിൽ നിന്നും ഒരു ഡ്രോപ്പ് അതിൽ ഒഴിക്കാം. വളരെ കുറച്ചേട്ടോ, ഒരു ഡ്രോപ്പ്, 3-4 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ കളർ ചേഞ്ച് ആവും. ആ ചേഞ്ചിന് വേണ്ടി മാത്രം.
ആർട്ടിഫിഷ്യൽ കളറെല്ലാം ഉപയോഗിക്കുന്നതിൽ നല്ലതല്ലേ ആരോഗ്യത്തിന്. അപ്പോൾ വൈറ്റ് മാറിയിട്ട്, വൈറ്റ് ആയിരുന്നു വൈറ്റ്, പിന്നെ പാൽപ്പൊടി ചേർത്തപ്പോൾ ഓഫ് വൈറ്റായി വന്നു. അത് കഴിഞ്ഞ് ബീറ്റ്റൂട്ടിൻ്റെ 4 ഡ്രോപ്പ് ഒഴിച്ചപ്പോൾ മറ്റൊരു കളറായി മാറി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം കളറൊന്ന് ചേഞ്ചായി കാണുമ്പം അവർക്ക് നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ കേട്ടോ. ചിക്കൂസ് ഡൈൻ്റെ റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. ചിക്കൂസ് ഡൈൻ ചിക്കുവിനോട് ഒരുപാട് ഇഷ്ടം. ചിക്കുവിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. ചിലതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഇതെല്ലാം മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒരു ട്രേയിലൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മിക്സിയിൽ അടിക്കണം. 2 തവണ അതേപോലെ ചെയ്യണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഒരു തവണ അടിച്ചു. ഇതിനെ നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ എടുത്ത് അടിക്കാം. ഒരു തവണ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഒരു തവണ കൂടെ ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചതിന് ശേഷം നമുക്ക് കാഷ്യൂനിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേ പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ആക്കാം. പാത്രം ഏതായാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. ഓക്കെ, നന്നായിട്ട് തണുക്കട്ടെ. ഫ്രീസറിൽ നിന്ന് ഇത് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്നുണ്ടാക്കാവുന്ന ഐസ്ക്രീമാണ്. നമ്മളെ വീട്ടിലെ പാല്, അരിപ്പൊടി, പിന്നെ കളറിന് ഇപ്പോൾ സ്ട്രോബെറി കളർ കിട്ടിയിരിക്കുന്നത് ബീറ്റ്റൂട്ടിൻ്റെ 4 ഡ്രോപ്പ്. വെള്ളമല്ല, ബീറ്റ്റൂട്ടിനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യുമ്പം നല്ല കട്ടിയായിട്ടുള്ളത് ഒരു 4 ഡ്രോപ്പ് ഒഴിക്കുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന ഐസ്ക്രീമിൻ്റെ ചേരുവകൾ അനുസരിച്ച് കൂട്ടാം. ഞാൻ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നതും. സിറപ്പ് അതിനകത്ത് ഒഴിച്ചു, 2 അടി അടിച്ചു. ഇനി നമുക്കത് തണുപ്പിച്ച് ഐസ്ക്രീം കഴിക്കാം. ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയൊക്കെ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം സ്കൂപ്പ് ചെയ്ത് വെച്ചതാണ്. തണുപ്പായിപ്പോയി. അത് ഒന്ന് മാറിയപ്പോൾ കുറച്ച് മെൽട്ടാവാൻ തുടങ്ങി കേട്ടോ. അപ്പം നല്ലൊരു ഐസ്ക്രീമാണ്, സ്ട്രോബെറി സ്റ്റൈൽ. ഓക്കെ.